ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ വരുമ്പോഴെല്ലാം ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒന്ന് എടുത്തൊന്ന് നോക്കും. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു സർട്ടിഫിക്കറ്റുകളാണ് ഫയലിൽ. അപ്പം ആദ്യം തന്നെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റാണ് കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് സ്കൂളിൽ നിന്ന് ഒത്തിരി സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു. സ്കോളർഷിപ്പിൻ്റെയാണ് ഇത്. ഞാൻ അല്ലാതെ കാണിച്ചു തരാം. അപ്പോൾ ഇത് സ്കൂളിൽ വെച്ച് നടത്തിയ ഒരു സ്കോളർഷിപ്പിൽ എനിക്ക് A ഗ്രേഡ് കിട്ടിയതിൻ്റെയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വന്നെടുത്ത് നോക്കാൻ പ്രത്യേക ഒരു രസമാണ് കേട്ടോ. പിന്നെ ഈ അടുത്തത് എന്താണെന്ന് വിചാരിച്ചാൽ അടുത്തത് ഞാൻ തന്നെ എഴുതിയ ഒരു സ്കിറ്റിന് ഫസ്റ്റ് കിട്ടിയതാണ്. ഞാൻ എഴുതി ഞങ്ങൾ ക്ലാസ്സിലെല്ലാവരും കൂടെ ആക്ട് ചെയ്തതിന് കിട്ടിയതാണ്. പിന്നെ അടുത്തത് തിരുവാതിരയ്ക്ക് ഫസ്റ്റാണ്. ഞങ്ങളെല്ലാ പരിപാടിക്കും കൂടുമായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ അടുത്തത് ദേശഭക്തി ഗാനം. അതിന് മാത്രം സെക്കൻഡായി പോയി കേട്ടോ. എന്നാലും പ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്തത് എൻ്റെ കൊമേഴ്സ് +2 മാർക്കാണ്. അപ്പോൾ ഇത്രയും നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലും അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. ഒന്നിനും CO ഒന്നുമില്ലായിരുന്നു കേട്ടോ. B+ ആയിരുന്നു എല്ലാത്തിനും. ഒരെണ്ണത്തിന് മാത്രം B ആയിരുന്നു. അത് മറ്റേത് ബിസിനസ് സ്റ്റഡീസിന് എനിക്കൊരു ഇച്ചിരി ഇതായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ ലാബ് പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ്. സയൻസ് എടുത്തിട്ട് ലാബ് പഠിക്കുന്നത്, കൊമേഴ്സ് എടുത്തിട്ട് ലാബ് പഠിക്കാൻ പോയി എൻ്റെ അവസ്ഥ. നമുക്കിച്ചിരി ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് പോയി ലാബിൽ ചേർന്നത്. അതും പ്രൈവറ്റായിട്ടാണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ പ്രൈവറ്റായിട്ടാണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും എനിക്ക് 100-ൽ എനിക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ മാർക്ക് ലിസ്റ്റ്.